നമ്മളിപ്പോൾ ഉള്ളത് കുന്നത്താണ്, മുതലക്കുളത്താണ്. അപ്പോൾ അത് ഈ കാണുന്ന ആ ഒരു ഷീറ്റിൻ്റെ വർക്കായിട്ട് നമ്മൾ വന്ന കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ SD പെയിൻസാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തുരുമ്പെടുത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ MCയിൽ വെച്ച് ഫില്ല് ചെയ്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഷീറ്റ്, റൂഫ് ഷീറ്റ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കമ്പി കാര്യങ്ങളെല്ലാം മുഷിഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഷീറ്റും അത്യാവശ്യം നല്ല രീതിയിൽ മുഷിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രൂ എല്ലാം തുരുമ്പെടുത്തിട്ട് ചെറിയ ചെറിയ ഹോള കാര്യങ്ങളെല്ലാം ഇത് ശരിക്കും കാണാം കേട്ടോ. അപ്പോൾ അത് ലീക്കേജ് ഉണ്ട്, നല്ല മഴയുള്ള സമയത്ത് ലീക്കേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ സ്ക്രൂ തുരുമ്പെടുത്തിട്ടാണ് ഈ ഷീറ്റിലേക്കും കൂടെ ആ ഒരു തുരുമ്പ് പടരുന്ന രീതിയിലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഷീറ്റിൻ്റെ മേൽവശമാണെങ്കിലും തുരുമ്പ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ആ പഴയ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാം കട്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ വെളിയിലെ മതിലിൻ്റെ വർക്കും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുഷിഞ്ഞാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ആ വീടിൻ്റെ മേളിൽ ഓടും കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. ഗേറ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ PU വെച്ചാണ് ഗേറ്റ് കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബെർജറിൻ്റെ പെയിൻറ്റ് വെച്ചാട്ടോ ചെയ്യുന്നത്. ബെർജറിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി പെയിൻ്റാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് കാണാം. നമ്മൾ തുരുമ്പെടുത്ത സ്ക്രൂവും അതുപോലെ തന്നെ തുരുമ്പെടുക്കാതെ ഇനിയിപ്പോൾ തുരുമ്പെടുക്കാൻ സാധ്യതയുള്ള സ്ക്രൂകളെല്ലാം നമ്മൾ MCയിൽ വെച്ച് അടച്ചു കേട്ടോ. അതെല്ലാം അടച്ചതിന് ശേഷം നമ്മൾ കംപ്രസറിനാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കംപ്രസറിന് നമ്മൾ സ്പ്രേ ചെയ്ത് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗം കൂടെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരു ഗ്ലേസിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഷീറ്റിനും അതുപോലെ തന്നെ കമ്പിക്കും ഒരേ രീതിയിലുണ്ടോ, ഒരേ കളറിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള റൂഫ് ഷീറ്റിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മാജിക് കോമിങ്സിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീടിൻ്റെ ടെറസിലെ ചോർച്ചയൊക്കെ തടയാനായിട്ട് എല്ലാവരും റൂഫ് ഷീറ്റൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ആരും നോക്കില്ല. അങ്ങനെ നോക്കാതെ വരുമ്പോൾ ഈ ഷീറ്റ് കാര്യങ്ങളെല്ലാം ശരിക്കും തുരുമ്പെടുത്ത് പോകും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഷീറ്റിൻ്റെ ചോർച്ചയൊക്കെ അടിച്ച് ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ കിടന്നോളും. ഏകദേശം നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഗ്ലേസിങ്ങിൽ നല്ല കട്ടിയിൽ ആ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കസ്റ്റമറിനാണെങ്കിലും നമ്മൾ ഈ ചെയ്ത വർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പ്രത്യേകം പറഞ്ഞു നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഓടിന് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഗ്രാനൈറ്റ് ഗ്രേ ആണ് ഈ ഓടിന് അടിക്കാൻ പോകുന്നത്. നമ്മൾ റൂഫ് ഷീറ്റിൻ്റെ മുകൾ വശം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ റൂഫ് ഷീറ്റിൻ്റെയും വീടിൻ്റെയൊക്കെ പെയിൻറ്റിങ് വർക്കുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഫ്രീ ആയിട്ട് വന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് കൊട്ടേഷൻ തരുന്നതായിരിക്കും.